ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം മന്ത്രി പറഞ്ഞാൽ ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കാണുമല്ലോ. അതുമാത്രമല്ല, അവിടെ പാർലമെന്റ് നടക്കുകയാണ്. പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇവരെല്ലാം ഉണ്ട്. മാത്രമല്ല, നേരത്തെ തന്നെ സമ്മേളനം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടംപോലെ മന്ത്രിക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ കാണാൻ കൂട്ടാക്കിയിട്ടില്ല. അതാ കാര്യം. എന്നിട്ട് കാണാതെ വന്നു എന്നുള്ള വാർത്ത ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് അല്ലാതെ വേറെ എപ്പോഴും ഒരു പോസിറ്റീവ് കാര്യം നിങ്ങൾ പറയലുണ്ട്. ഇമാതിരി നെഗറ്റീവ് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന കുറേ ആളുകളില്ല കേരളത്തിലെ വാർത്താ ശൃംഖലയിലുള്ളത്. എല്ലാവരും ഞാൻ പറയുന്നില്ല, കുറേ. അതുകൊണ്ട് മന്ത്രി പോയത് ആ ഉദ്ദേശം വെച്ചല്ല. മന്ത്രി പോയ ഉദ്ദേശത്തിൻ്റെ ഒപ്പം ഇതും കൂടി ചേർത്തു. കാണണമെന്ന് പറയുകയും ചെയ്തു. മുൻകൂട്ടി തന്നെ പറഞ്ഞു. 17-ാം തീയതി തന്നെ പറഞ്ഞു കൊടുത്തു 10. എന്നിട്ട് അദ്ദേഹം കാണാൻ തയ്യാറായിട്ടില്ല. കാണാൻ തയ്യാറാവാതെ കേന്ദ്രമന്ത്രിയെ സംബന്ധിച്ച് യാതൊരു വിമർശനമില്ല. ഞാൻ വെറുതെ പറഞ്ഞിട്ട് എൻ്റെ വാചകങ്ങൾ പറയാവണ്ട. അതിനെപ്പറ്റി നിങ്ങൾക്ക് വിമർശനമില്ല. കാണാൻ കൂട്ടാക്കാതെ മന്ത്രിയെ സംബന്ധിച്ച് വിമർശിക്കുന്നില്ല. കാണാൻ വേണ്ടി അങ്ങോട്ട് പോയ മന്ത്രിയോട് നിങ്ങൾ കാണാൻ പോയില്ല, അവിടെ ശ്രദ്ധിച്ചില്ല, ആത്മാർത്ഥയില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് നിങ്ങളുടെ വാർത്ത ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളെല്ലാം നിലവാരം വളരെ കുറഞ്ഞു പോകുന്നു. നിങ്ങളെന്നെ കണ്ടുകൊള്ളണം ഇങ്ങനെയുള്ള വാർത്തയും കൊടുത്തിട്ട്. ഇമാതിരിയുള്ള വാർത്ത അല്ല. അത് അവിടെ പോയ തന്നെ സ്വാഭാവികമായിട്ടും ക്യൂബ സംഘത്തിൻ്റെ ഭാഗമായിട്ട് പോയതാണ്. പറഞ്ഞില്ലെങ്കിൽ ചോദിച്ചാണ് എന്തോടെ പറയാൻ. അതിനു വേണ്ടിയിട്ടാണ് പോയത്. ശരി, അതേ കാണാൻ ശ്രമിക്കുന്നത്. ഡൽഹിക്ക് പോകുന്നുണ്ട്, കാണാൻ ശ്രമിക്കുന്നുണ്ട് പറഞ്ഞാൽ എന്താ കുഴപ്പമൊന്നും. അവിടെ ക്യൂബൻ ഡെലിഗേഷനുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ചയ്ക്കാണ് പോയിട്ടുള്ളത് എന്നുള്ള ഉറപ്പാണ്. അതാ കാര്യം. അത് പോയപ്പോൾ ഇതും കൂടി കാണുമെന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ പേരിൽ വാർത്താത്തിൽ ഞാനില്ല. വെറുതെ ആവശ്യമില്ലാതെ ചർച്ച നടത്തുന്നു. കാമ്പില്ലാതെ ചർച്ച നടത്തി പഠിച്ചു പോയാരവങ്ങളിലും ഒരു കാമ്പും വേണ്ട നിങ്ങൾക്ക്, ഒരു വസ്തുതയും വേണ്ട നിങ്ങൾക്ക്. വസ്തുതാപരമായിട്ട് ഒരു കാര്യവും നിങ്ങൾ നോക്കലുമില്ല. എന്നിട്ട് എന്തെങ്കിലും ഇങ്ങനെ തോന്നിയ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. വസ്തുതാപരമായിട്ട് ഞാൻ മന്ത്രി സംസാരിച്ചത് പോകുന്ന കൂട്ടത്തിൽ ആ കാര്യം സംസാരിക്കുന്നതിനാണ് പറഞ്ഞത്. ക്യൂബൻ പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളോട് പറയേണ്ട കാര്യം എന്താ ഉള്ളതെന്ന്. ക്യൂബൻ ഡെലിഗേഷനുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പറയേണ്ട കാര്യം എന്താ ഉള്ളതെന്ന് ഈ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞാണ്. അല്ലാണ്ട് പോകുന്ന ആരെങ്കിലും ചോദിക്കാണ്ട് ആരെങ്കിലും പറയുമോ? ഞാൻ വിട്ടു, ആ ഭാഗം വിട്ടു. അത് മതിയാക്കി. തോന്നിയാസം ചോദ്യം ചോദിച്ചാൽ തോന്നിയാസം ഉത്തരം പറയേണ്ടി വരും. ഞാനില്ല. തോന്നിയാസം ചോദ്യം ചോദിക്കുക, എന്നിട്ട് തോന്നിയാസം ഉത്തരം പറയാം. ഇല്ല, നിങ്ങൾ തന്നെ എന്ത് ഉത്തരം വേണമെങ്കിൽ ഇരിക്കോ. വേറെ എന്താ പറയണത്? ഏതാ പറയാം. മിനിമം കൂലി. അത് മിനിമം കൂലി കൊടുക്കണം തന്നെ ഞങ്ങളുടെ അഭിപ്രായം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെയും എല്ലാ അഭിപ്രായം മിനിമം കൂലി കൊടുക്കണം തന്നെയാണ്. അതിനെന്തെങ്കിലും കുഴപ്പം. പക്ഷേ ഇന്നത്തെ പരിസ്ഥിതിയിൽ സ്കീം വർക്കർമാർക്ക് കൊടുക്കുമ്പോൾ ആരും പാടില്ല. അന്നും പാടില്ല, ഇന്നും പാടില്ല. അത് കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാക്കി കൊടുക്കേണ്ടതാണ്. കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അത്രത്തോളം അഭിപ്രായം. അത് നിങ്ങൾ ഒന്നും ചെയ്യില്ല. അത് നോക്കാം നമുക്ക്. എങ്ങനെയായിരിക്കും അവസരമാണോ അല്ല അനവസരമാണോ ഒന്നും. അല്ലെങ്കിൽ കാത്തിരുന്ന് കാണേണ്ടതാണല്ലോ, അല്ലേ? അത് കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് എവിടുന്നും ജനറൽ സെക്രട്ടറി ഉണ്ടാവാം. പോരെ. ആര് ക്ലെയിം, ഈ പാർട്ടിക്കകത്ത് നിങ്ങൾ ക്ലെയിം വെച്ചിട്ടാണ് ആളെ തീരുമാനിക്കുന്നത്? അതൊക്കെ നിങ്ങളുടെ സ്വഭാവമല്ലേ. ഞങ്ങൾക്കതില്ല. ക്ലെയിം വെക്കുക, എന്നിട്ട് ആ ക്ലെയിം അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് മറ്റേ സംസ്ഥാന അല്ലെങ്കിൽ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആകുക, അതൊന്നും പാർട്ടിക്കകത്തില്ല. അതെ, അഭിമാനകരമാണ് സംഭവം. അതൊക്കെ തർക്കമില്ല. ആയാലും കേരളത്തിന് ആരെങ്കിലും ഒരു ജനറൽ സെക്രട്ടറി ആയാൽ, പാർട്ടി സെക്രട്ടറി ആയാൽ തീർച്ചയായിട്ടും കേരളത്തിന് അഭിമാനകരമായ കാര്യം തന്നെയാണ്. ആ ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തോന്നിയാസ ചോദ്യമാണ്. അതുകൊണ്ട് ഉത്തരം പറഞ്ഞാലേ തെറ്റാവും. തോന്നിയാസ ഉത്തരവും ഞാൻ പറഞ്ഞു. കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം യഥാർത്ഥത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി ആവാനുള്ള ആളുകളുണ്ട്. അവർ ആരെയാണ് പാർട്ടി സമ്മേളനം തീരുമാനിക്കുന്നത് എന്നിപ്പോൾ പറയാൻ സാധിക്കുന്നതല്ല.
ഏ അപ്പോൾ അവസാനിപ്പിക്കാലോ. സാമാന്യം നല്ല പരിപാടിയാണ്. ജനങ്ങളെല്ലാം എല്ലാം വിവാദ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഇപ്പോൾ MV ഗോവിന്ദൻ. ആശാസമരത്തെ വീണ്ടും പരിഹസിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി.